Hi guys, welcome back to our channel. അപ്പോൾ ഇന്ന് നമ്മൾ ഗുരുവായൂരാണുള്ളത്. നാളെ അതായത് സത്യം പറഞ്ഞാൽ ഇന്ന് അതായത് ഇപ്പോൾ രാത്രി 1 മണിയായി. ഇന്ന് ഗംഗയുടെ കല്യാണമാണ്. അപ്പം നമ്മൾ ഇപ്പോൾ ഗുരുവായൂർ എത്തിയതേ ഉള്ളൂ. അപ്പോൾ ഇതേ നമ്മുടെ ഹോട്ടൽ ചെക്കിൻ ആയി. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് അടുത്ത് തന്നെയുള്ള ക്രിസ്റ്റൽ വ്യൂ എന്ന് പറഞ്ഞ ഹോട്ടലാണ്. കാർത്തികേയനും വർഷയും അടുത്ത് തന്നെയുള്ള വേറെ ഹോട്ടലാണ് നിൽക്കുന്നത്. ഗംഗയൊക്കെ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ. അപ്പോൾ അവർക്ക് അവിടെ നിന്ന് റെഡി ആയിട്ട് വരേണ്ടത്. നാളെ രാവിലെ 9 മണിക്കാണ് കല്യാണം. 8 മണിക്ക് നമുക്ക് അമ്പലത്തിൽ പോയി തൊഴണം. അപ്പം നേരത്തെ തന്നെ റെഡി ആവണം. അപ്പം നാളെ കല്യാണത്തിന് കാണാമല്ലോ. നമ്മൾ എണ്ണ ഉറങ്ങട്ടെ. ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ രാവിലെ എണീറ്റു, മേക്കപ്പ് ഒക്കെ ചെയ്തു. ദേവോ രാവിലെ കത്തിലേക്ക് കിടക്കുന്നതല്ലോ. ഗുഡ് മോർണിംഗ്. നമ്മൾ രാവിലെ എണീച്ചല്ലോ. 6 മണി കഴിഞ്ഞപ്പോൾ എണീറ്റല്ലോ. 6:30 ആയല്ലോ. നമുക്ക് പോണ്ടേ കല്യാണത്തിന് പോണ്ടേ. രാവിലെ എണീറ്റു, ഞാൻ മേക്കപ്പ് കഴിഞ്ഞു. ഡെയിലി നീ കുളിപ്പിക്കണം. എന്നിട്ട് നമ്മൾ എവിടെ പോകും? കല്യാണത്തിന് പോകോ? അവനൊന്നും അറിയണ്ട. ഇന്നൊരു പേസ്റ്റൽ തീമിലാണ് വെഡ്ഡിങ് ഫംഗ്ഷൻ വെച്ചേക്കണേ. നമ്മൾ കൊടുക്കുന്ന സാരി ഐവറി ഷെയ്ഡാണ്. അതിൻ്റെ കൂടെ നമ്മുടെ ഗോൾഡ് കസവൊക്കെ വരുന്ന മൾമൾ സാരിയാണ്. ഭയങ്കര സിമ്പിളായിട്ട് ടെമ്പിൾ വെഡ്ഡിങ് ആയതുകൊണ്ട് ഈ ഒരു ബ്ലൗസും കൂടെ ചൂസ് ചെയ്തു. ഇത് ഒരു പേസ്റ്റൽ ഷെയ്ഡ് നമുക്ക് എടുക്കാം. ഇതൊരു പേസ്റ്റൽ ഷെയ്ഡല്ലേ. കാര്യം എനിക്ക് ഇത് മാത്രമേ കിട്ടിയുള്ളൂ. പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ ടൈം കിട്ടിയില്ല. അതുകൊണ്ട് നമുക്ക് ഇത് വെച്ച് തന്നെ പെയർ ചെയ്തിട്ട് ഡ്രസ്സ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ഞാനൊരു നെക്ലസും ചെറിയൊരു കമ്മലും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ പെയർ ചെയ്യാം. അപ്പം ഓക്കെ ആയിരിക്കും. അതാരാ രാവിലെ തൊട്ട് കൂടെ ഉണ്ട്? ഇത് ആരാ? ആരാ ഓരോന്നും അറിയില്ലേ? എന്നിട്ടാണ് കൂടെ ഇരിക്കണേ. ഉറക്കം പറഞ്ഞ കൊള്ളാം. ബോയ് സ്റ്റെപ്പ് മോഡ് ഓൺ എന്ന് പറഞ്ഞ രാവിലെ പാട്ടും പാടി ഇരിക്കുക രണ്ടും കൂടെ. വാ പോവാ, സമയായി. സോ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. സിമ്പിളാണ്. വളരെ ഓവറായിട്ടൊന്നും നമ്മൾ പട്ടുസാരി ഒന്നും എടുത്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് അമ്പലത്തിൽ പോകാനുള്ളൊരു ലുക്ക്. ഓക്കെ, ഹൗ വാസ് ഇറ്റ്? കുഞ്ഞിക്ക് ഇത് ഈ ഒരു ഷോർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. മുണ്ടും ഇതെടുത്ത് കൊടുക്കാം. ഞാൻ മുടി കെട്ടാമെന്ന് വിചാരിച്ചു. പക്ഷെ മുടി കെട്ടിയാൽ ഉള്ള പ്രശ്നം ഫ്രണ്ടിൽ ഇരിക്കുന്നില്ല. ലൂസായി വരുന്നു. മറ്റേ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തേക്കണോണ്ട് വെച്ച് പൂ ഇവിടെ വെച്ചിട്ട് സെറ്റാകാം. ഓക്കെ, പൂ വർഷയുടെ കയ്യിരിക്കുകയാണ്. വർഷയും കാർത്തികേയനും ഇവിടെ റെഡിയായി. സന്ദീപേണ്ണൊക്കെ റെഡിയായി. അപ്പം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഗേൾ ഫ്രണ്ട്സ് വന്നു. നോക്കൂ, ചെല്ല്. ഓ സന്തോഷായി, സംതൃപ്തി അണിഞ്ഞു. നമ്മള് നേരെ എങ്ങോട്ടാ പോണേ? എവിടാ? എങ്ങനെ നിൽക്കണ? ചേച്ചിമാരുടെ കൂടെ ഇരുന്ന തോഴിമാർ. ഞങ്ങളൊന്നും വേണ്ട. അതെ അതിന് മൈൻഡ് പോലും ചെയ്യലടാ. ഇങ്ങനെ ഒരാളിവിടെ ഉണ്ടടാ. കൊള്ളാട്ടാ. ആര് ചെയ്ത? മറ്റേ ചേച്ചി അവരുടെ കൂടെ ടീം ഉണ്ടായിരുന്നു. പോട്ടെ മോളിപ്പോട്ടെ. അയ്യോ സുന്ദരി ആയിട്ടുണ്ടല്ലോ. നീ എന്താ സാരി എടുക്കാത്ത? എന്താ മോളെ സാരി എടുക്കാത്ത? എന്താ മോളെ ഇഷ്ടമില്ലാത്ത? എന്താ സാരി എടുത്തേ? ഒരു ചോദ്യമാണ്. ആര് ചമ്മി? കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. അതിന് വേണ്ടി അമ്മ എവിടെ? മമ്മിയും മോനും ഒരേ ഡ്രസ്സ്. പച്ച അതെന്താ ഇട ആടാ അമ്മമ്മയാണോ ഇത്? സുന്ദരി
അയ്യോ നിങ്ങളെല്ലാം ഒരേ കുടുംബത്തിലാണല്ലോ. എനിക്ക് പച്ച ചോദിച്ചിട്ട് നിന്റെ കണ്ണൻ ചേട്ടൻ എനിക്ക് തന്നില്ല. വേണ്ടാന്ന് കൊള്ള വേണ്ട, നല്ലതായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാനാണ് എന്റെ ഐലൈനർ എന്റെ ഇരിക്കുകയാണ്, അത് വേണ്ടി ഇത് കഴിക്കാം. നല്ല വിശപ്പുണ്ട്. നമ്മളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അതേ ഹോട്ടലിൽ തന്നെ വന്നിരിക്കാം. ബൊഫേ ആട്ടോ ഇവിടെ. ഇവിടെ കഴിക്കണവർക്ക് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അപ്പം ഇവിടെ സ്റ്റേ ചെയ്യണവർക്ക് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. രാവിലത്തെ ഗംഗ കൊടുത്തോളൂ. അവൾ അറിയുന്ന പോലും ഇല്ല ഇതൊന്നും. നല്ല പുളിച്ച നെയ് റോസ്റ്റ്. ചേട്ടൻ ഇഡ്ഡലിയാണല്ലോ കഴിച്ചത്. പപ്പായ കഴിക്കുന്ന ചേട്ടൻ കൊള്ളാമോ? നല്ല മധുരം. ചേട്ടനും ഇഡ്ഡലിയാണ് കഴിക്കുന്നത്. അവന് ഞാൻ ഇഡ്ഡലി സുന്ദരിയായിട്ടുണ്ട്. അന്നത്തെ എല്ലാത്തിന്റെ ഇന്ന് ഏറെ കയറും, പക്ഷെ നല്ലതായിട്ട് ടിഷ്യൂ എടുക്കണം. ധർമ്മസങ്കടത്തിലാക്കി അങ്ങനെയല്ല മകളെ എല്ലാം മംഗളമായിട്ട് അലങ്കൃത വലുതായിരിക്കും കറക്റ്റ് അല്ലേ? എന്റെ ആഭരണ വിഭൂഷയായി കമ്മിറ്റി പ്രസിഡന്റ് ഭാരവാഹികൾക്ക് ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കുറച്ച് ലൂസാണ്, പക്ഷെ ഇത് ഊരിയിട്ട് കമ്മിറ്റി കറക്റ്റ് ആവും. ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്. ഓറഞ്ച് കളർ അടിപൊളി. എന്താ ഓറഞ്ച് ജ്യൂസ് ചെയ്യാൻ എന്റെ ഫേവറേറ്റ് ആയിരുന്നു. എനിക്ക് ഓറഞ്ചിനോട് ഭയങ്കര താല്പര്യം. കൊള്ളാമോ? നിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. സുഹൃത്തുക്കളെ, മയിൽപ്പീലിക്കടിയിൽ മണികളുണ്ട്. സംഭവം തരുന്നത് ഇന്ന് 200 എത്ര കല്യാണം ഉണ്ട് കേട്ടോ. ഒരു മനുഷ്യരായ നോക്കൂലായിരിക്കും. മണിയടിച്ച് പോകും. എനിക്ക് രണ്ടുപേർക്കും താങ്ക് യു സോ മച്ച്. എന്തിനാ ഭാഗ്യങ്ങൾ എന്ന നിലയിൽ പ്രത്യേകിച്ച് ഫോട്ടോ എടുക്കാം. മീറ്റർ കിട്ടും. കുറച്ചുകൂടി ക്ലോസ് ആയാൽ എല്ലാം സംസാരിച്ചത് പെട്ടെന്ന് എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നലെ വന്നോ? ഇവിടെ സ്റ്റേ ആയിരുന്നു. രാവിലെ കെട്ടിട്ട് വീട്ടിലേക്ക് എടുത്തോ? കുറച്ച് ചെറുതായിട്ട്. ഹസ്ബൻഡും ഉണ്ട്. സ്വന്തമായാണോ ഇന്ന് റെഡി ആയത്? നല്ല ഹെയർ കാര്യങ്ങളുണ്ടോ? അതെ, കഴിവ്.
സുന്ദരി ചേച്ചിയുടെ മോളും അതുപോലെ തന്നെ സുന്ദരി ആയിട്ടുണ്ട്. വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ, ആദ്യമായിട്ട് നേരിട്ടാണ്. ആണോ? ഇവിടെയാണോ ചേച്ചി? ഇവിടെ തന്നെയാണ്. ഗോവയിലായിരുന്നു, പിന്നെ തൃശ്ശൂരായി, ഇപ്പൊ ഇവിടെ തന്നെയാണ്. ഇവിടെ തന്നെയാണോ വീട് വയ്ക്കുന്നത്? തൃശ്ശൂര് ഗുരുവായൂർ തൃശ്ശൂർ 1 മണിക്കൂർ ദൂരം. പൂ മേടിച്ച് വെക്കാന്ന് വെച്ചു. ഒരു ലോഡ് സ്ലൈഡ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. 5 വേണ്ട, 2 മുഴം. 2 മുഴം മതി, 2 മുഴം. വാവ്, 2 മുഴം. ഈ സ്ലൈഡ് സത്യം പറഞ്ഞ ഭർത്താവാണ് വെച്ചേണ്ടോ? ഈ അനിയത്തിലോട്ട് ചേട്ടണ്ട. അതെ, നമ്മളോ? അത് ഒരമ്മ പറ്റ മക്കൾ. സുഹൃത്തുക്കളെ നമസ്കാരം ചേച്ചി. ആരടാ ആരായിരുന്നു? സന്ദീപ്. ഓക്കെ, നോക്കട്ടെ മലയാളി മങ്ക. കല്യാണം കൂടെ അമ്പലത്തിന്റെ മുന്നിൽ ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ലെന്ന് എന്നെ ഇപ്പൊ ഉപദേശിച്ച ആളാണ്. തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് ഒരു വലിയ DSLR ക്യാമറ കൊണ്ട് ഒരാൾ നിൽക്കണം. അയ്യോ, നല്ല തിരക്കുണ്ടെന്ന്. ഇന്ന് ഒത്തിരി കല്യാണമാണ്. പക്ഷെ അടുത്ത് പോയി കാണാൻ പറ്റിയില്ല. ഒരു റൗണ്ട് കറങ്ങി വെച്ചു. ഞാൻ 10 മണിക്കാണ് ലേറ്റ് ആയത്. ആര് 10 മണിക്ക് വന്ന്? എവിടെ ഉണ്ടായിരുന്നു? ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാം ഹോട്ടലിലായിരുന്നു. ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. ഹലോ ആന്റി. ഹലോ ആന്റി, സുഖാണോ? പാർവതി. കല്യാണം കണ്ടില്ല. നീ ഉണ്ടോ? ഇപ്പൊ വന്നതേ ഉള്ളു. നീ കണ്ടോ കല്യാണം? നമ്മൾ ഉറങ്ങുമായിരുന്നു. അവരെവിടെ? കാണാനില്ല, അവരെ കാണാനില്ല. കല്യാണം കണ്ടോടാ? ഞാൻ പറഞ്ഞതാ, ഇനി ആൾക്കാർ ദൂരെ നിന്ന് ഞങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത് വന്നിട്ട് ഒന്ന് കയറ്റി വിടാൻ പറഞ്ഞപ്പോ കയറ്റി വിടുന്നു. Come on, let's go. Ganga is calling. എവിടെയാണാവോ? അവിടെ ചൂടെന്നറിയാൻ വേണ്ടി കുറച്ച് രസം. ചൂടുണ്ടായിരുന്ന ചേട്ടാ എക്സ്പ്രഷൻ ഇട്ട് തള്ളായിരുന്നല്ലേ? ചൂട്. എന്നിട്ട് ചേട്ടൻ എന്റെ എക്സ്പ്രഷൻ ഒന്നും കണ്ടില്ലല്ലോ. വാടൂല. ഇപ്പൊ രാവിലെ അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല. ബിക്കോസ് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് കുറച്ചധികം തിരക്കായിരുന്നു, കയറാൻ പറ്റിയില്ല. അങ്ങനെ രാവിലെ അമ്പലത്തിൽ പോകാൻ പറ്റാത്തത് നമ്മളിപ്പോൾ വൈകിട്ട് അമ്പലത്തിൽ പോകാൻ പോകണേ. പക്ഷേ ഡ്രസ്സ് ഇല്ലാത്തത് കൊണ്ട് വൈകിട്ട് ഇതേപ്പോൾ ഡ്രസ്സ് വാങ്ങിക്കാനായിട്ട് അറിഞ്ഞിരിക്കുക. കാര്യം ഞാൻ ഒരു പെയർ ഓഫ് സാരി മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ജീൻസ് ഇട്ടുകൊണ്ട് അമ്പലത്തിൽ കയറാനൊരു ഇത് കേട്ടിടാൻ തോന്നുന്നു ഇവിടെ ജീൻസ് ഇട്ടുകൊണ്ട്. അപ്പോൾ എന്തായാലും പോയി അവിടെ ചെന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച്, പപ്പടം അതൊക്കെ മേടിക്കണം. പിന്നെ സാരിയൊക്കെ മേടിച്ചിട്ട് വരാം. 4 മണിക്കാണ് അമ്പലത്തിലോട്ട് പോകാനുള്ളത്. ഇപ്പം തന്നെ 3:30 പണ്ട് പിന്നെ ഓട്ടി കയറാനേ ഇഷ്ടമില്ലായിരുന്നു. ഒന്ന് ഓർപ്പിച്ചാലോ, എടുത്ത് ദൂരം അറിയാൻ. തൊപ്പി തലയിലുണ്ടെന്നുള്ളത് ഓർക്കണില്ല. ചേച്ചി മൾമൾ കോട്ടൺ സാരി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മൾമൾ കോട്ടൺ സാരി
ആ കേരള ടൈപ്പിലാണ്. സോ ഇതാകുമ്പോൾ ഒതുക്കാൻ എളുപ്പമാണ്. അല്ല ഒരു ബ്ലൗസ് ഉണ്ട്, അതോട്ട് മാച്ചാണോ? ഇത്രേ ഉള്ളൂ. ബ്ലൗസ് ഏതാ? ഏത് മെറൂൺ അല്ല ഇത് വാടാമല്ലി. ഇനി മെറൂണും. ഈ ഒരു സാരിയാണ് നമ്മൾ വാങ്ങിച്ചത്. 800 റുപ്പീസായി. പക്ഷെ വലിയ രസമൊന്നുമില്ല. എൻ്റെ കയ്യിലുള്ളത് ഒരു വാടാമല്ലി കളർ ബ്ലൗസ്. അപ്പോൾ ഇതുമായിട്ട് അത് മാച്ചാവും. അപ്പം ഇത് നോക്കാം. വിഷമം എന്താണ് കുഞ്ഞിന്? എന്താണ് വിഷമം? എന്താണ് കുഞ്ഞിന്? പോവാമോ? അമ്മത്തി പോവാമോ? പോവാം. ഇന്നത്തെ വ്ളോഗ് ഇവിടെ കഴിയാണ്. നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുതു. അടിപൊളിയായിട്ട് തൊഴുതിട്ട് വന്നു. രാവിലെ നല്ല തിരക്കാണെങ്കിലും വൈകിട്ട് തിരക്ക് കുറവായിരുന്നു. നന്നായിട്ട് തന്നെ തൊഴുതു. അപ്പം നമ്മൾ ഇറങ്ങാനായിട്ട് പോവാം. വാവ ഇച്ചിരി സീനാണ്. അപ്പോൾ അവന് ചൂടുവെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ട് പോവാണ്. കാര്യം അവന് ഉറക്കം നല്ല പ്രശ്നം, ഉറക്കക്ഷീണമുണ്ട്. അപ്പം കാറിൽ കയറിയിട്ട് വേണം അവൻ ഉറക്കാനായിട്ട്. അപ്പം എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഗംഗയ്ക്കും അപ്പൂനും ഹാപ്പി മാരീഡ് ലൈഫ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ ടോപ്പിക്കായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.